Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് മെജോറിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മൾ നാളെ മുതൽ എക്സാം റിലേറ്റഡ് ലൈവ് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സ് ആൻഡ് GST. ടാക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം പേപ്പർ ആണ്, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പാസ് ആകാൻ സാധിക്കുമോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ബികോം 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ്, ഇൻകം ടാക്സ് ആൻഡ് GST, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദെൻ BBA സ്റ്റുഡൻസിന്റെ മാനേജ്മെന്റ് സയൻസ്, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻകം ടാക്സ് ആൻഡ് GST ഈ ഒരു സബ്ജക്റ്റില് തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഡിറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ ഡിറക്ട് ടാക്സ് നമ്മൾ ഓൾറെഡി 5th പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. 5th 5 ഹെഡ്സ് വരെ പഠിച്ച് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായേ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ദെൻ ഡിഡക്ഷൻ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടാക്സ് ലൈബിലിറ്റി, പിന്നെ അസസ്മെന്റിന്റെ തിയറി, റിട്ടേൺ ഫയൽ ചെയ്യാനെ പറ്റിയുള്ള കാര്യങ്ങൾ തിയറി, ഇങ്ങനെ നമുക്ക് 5th പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ആദ്യത്തെ പാർട്ട് ഡിറക്ട് ടാക്സില്. ദെൻ നെക്സ്റ്റ് ആണ് പിന്നെ GST വരുന്നത്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ അതിൽ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ഡിറക്ട് ടാക്സിൽ നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അതിന്റെ പ്രോബ്ലംസ്, ഡിഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് GST പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ CA CMA പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും GSTയിലെ പ്രോബ്ലംസ് ഒരുപാട് പഠിക്കാനുണ്ട്. വലിയൊരു പേപ്പറാണ് GST. ആ ഒരു പേപ്പറിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഡിഗ്രി സിലബസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എക്സാമിന് GSTയുടെ ഏരിയയിൽ നിന്ന് അവർ ഇതുവരെയായിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈം ഓഫ് സപ്ലൈനെ റിലേറ്റ് ചെയ്തിട്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ വരുന്നു. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, ദെൻ ടോട്ടല് 30 മാർക്ക്. പാർട്ട് ബിയിൽ 8 ചോദ്യങ്ങൾ വരുന്നു. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 35 മാർക്ക്. ബട്ട് അവിടെ 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ദെൻ എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് 4 ചോദ്യങ്ങൾ നൽകുന്നു. ഒരു ചോദ്യത്തിന് 10 മാർക്ക്. ദെൻ നമുക്ക് 2 എണ്ണം എഴുതിയാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. സോ ടോട്ടൽ മാർക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിന്റെ ആണെങ്കിലും 110 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 30 പാർട്ട് എ, 40 പാർട്ട് ബി, ദെൻ 40 പാർട്ട് സി. അപ്പൊ 110 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉള്ളതില് നമുക്ക് പ്രോബ്ലംസ് സാധാരണ വരാറ് പാർട്ട് സിയിൽ ഒരു പ്രോബ്ലം വരും. 4 essay ചോദ്യത്തിൽ ഒരു പ്രോബ്ലം. അത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം ഡിറക്ട് ടാക്സിൽ അത് വരണം. ദെൻ പാർട്ട് ബിയിൽ സാധാരണ ഒരു പ്രോബ്ലം ആണ് വരാറ്, നമ്മുടെ ഡിഡക്ഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം, PTGയുടെ അതല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു പ്രോബ്ലം. കഴിഞ്ഞ പ്രാവശ്യം മാത്രം GSTയിൽ നിന്ന് ഒരു അഡീഷണൽ പ്രോബ്ലം കൂടി വന്നു. എന്ന് വെച്ചാൽ 8 ചോദ്യത്തില് സാധാരണ 7 തിയറിയും ഒരു പ്രോബ്ലം ആണ് വരാറ്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രോബ്ലംസും 6 തിയറിയും വന്നു. ഒരു പ്രോബ്ലം ഡിറക്ട് ടാക്സ്, ഒരു പ്രോബ്ലം നമുക്ക് GSTയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ദെൻ പാർട്ട് എയിൽ മൊത്തം തിയറിയാണ്.
സോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 110 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതിൽ ആകെ കൂടിയിട്ട് ഒരു 15 മാർക്ക്, മാക്സിമം 20 മാർക്കാണ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ മെജോറിറ്റി അവിടെ തിയറി ചോദ്യങ്ങൾ തന്നെയാണ് പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ GST എന്ന് പറയുന്ന വലിയൊരു പേപ്പർ, അതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലാവുണ്ടോ? ബട്ട് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിയറി അല്ല എന്ന് വെച്ചിട്ട് ഈസി ആയി എന്ന് ചിന്തിക്കരുത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്ന പോലെയോ HRM പഠിക്കുന്ന പോലെയോ അങ്ങനത്തെ ഒരു തിയറി പേപ്പർ അല്ല ഇത്. ഇത് ടാക്സ് ലോ ആണ്. സോ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. മാർക്കറ്റിംഗിൽ നമ്മുടെ ഓൺ വേർഡ്സിലെ കാര്യങ്ങൾ എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതി മാർക്ക് സ്കോർ ചെയ്യുന്ന പോലെ ഇവിടെ പോസിബിൾ അല്ല. കാരണം കുറച്ചും കൂടി ടഫസ്റ്റ് ആയിട്ടുള്ള പല ടേമുകളും പഠിക്കാനുണ്ട് നമുക്ക്, എസ്പെഷ്യലി GST ഏരിയ, അതുപോലെ തന്നെ ടാക്സിന്റെ ഡിറക്ട് ടാക്സിന്റെ ഏരിയ. പിന്നെ ഡിറക്ട് ടാക്സിൽ ഒരു പ്രോബ്ലം വരുന്നത് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടാക്സ് ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ തിയറി പേപ്പർ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്താൽ പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പല കുട്ടികളും ഇതിൽ തിയറി കൂടുതൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി മാത്രം പഠിച്ച് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുന്നു വിചാരിച്ചിട്ട് ഈസി ഒരു അപ്രോച്ച് ഇതിന് കൊടുക്കും. ദെൻ അതുകൊണ്ട് പലരും തോറ്റു പോകാറുണ്ട്. സോ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു പേപ്പർ പാസ്സാകാനും നല്ല സ്കോറിലോട്ട് എത്തിച്ചേരാനും സാധിക്കുള്ളൂ. കാരണം ഇത് തിയറി കൂടുതൽ വരുന്നു എന്ന് വിചാരിച്ച് പേപ്പർ ഈസി അല്ല, ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. ഓക്കെ, എസ്പെഷ്യലി GST എന്ന് പറയുന്നത് പുതിയതെന്ന് പറഞ്ഞാൽ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പം അത്യാവശ്യം വർഷങ്ങളായി. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ സ്കോറിൽ ശരിക്കും പറയുകയാണെങ്കിൽ പാർട്ട് സിയിൽ ഒരു പ്രോബ്ലം, പാർട്ട് ബിയിൽ ഒരു പ്രോബ്ലം മാത്രമാണ് കണ്ടുവരാറ്. ചില സമയത്ത് 2 പ്രോബ്ലംസ് വരെ എന്ന് പറഞ്ഞാൽ 15 മുതൽ 20 മാർക്കാണ് പ്രോബ്ലംസിൽ വരാറ്. ബാക്കിയുള്ളതൊക്കെ തിയറിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നാളെ എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ട്, ഈവനിങ് 7 മണിക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ നിങ്ങൾക്കുള്ള മറ്റ് സംശയങ്ങൾ അതിലൂടെ നമ്മൾ തീർക്കുന്നതായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.